ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 11, 12, 13. ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷഃ സതതോദിതഃ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായേൻ സുവന്നമസ്യച്ഛ യജമാനസ്തമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിയോ ഭവത്. ഇവിടെ ഏതൊരു ഭഗവാനെ സ്തുതിച്ചാൽ ജന്മസംസാരത്തിൽ നിന്ന് എളുപ്പം മോചിക്കപ്പെടുമോ എന്ന ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭീഷ്മ ഉവാച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ചോദ്യം എന്നല്ല, ഇവിടെ പറയുക. ഭീഷ്മാചാര്യര് പറയുകയാണ്. ആ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇവിടെ. ഇവിടെ നമ്മൾ അർത്ഥമെടുക്കേണ്ട ഉവാചയുടെ ശബ്ദം പറയുക എന്നാണ്. ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം. ജഗത്പ്രഭും, ഈ ജഗത്തിന്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന നാഥനായിട്ടുള്ള ദേവദേവം, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാർക്കും ദേവനായിട്ടുള്ള, അപ്പം സുപ്രീം വിഷ്ണുവാണ്. അതിൻ്റെ കീഴിലാണ് മറ്റുള്ള ദേവന്മാർക്കെല്ലാം സ്ഥാനമെന്ന് നമ്മൾ കരുതിക്കൊള്ളണം. ഏറ്റവും സുപ്രീം മഹാവിഷ്ണുവാണ്. അപ്പം അതിൻ്റെ താഴെയാണ് മറ്റുള്ള ദേവന്മാർക്കെല്ലാം ഭഗവാനാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളിവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ ആ മുഖ്യമന്ത്രിയുടെ മേളിലിരിക്കുന്നവര് ഇല്ലേ, പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇല്ലേ. അപ്പൊ പ്രസിഡന്റ് അല്ലേ എല്ലാത്തിനും തീരുമാനം എടുക്കുന്നത്. അതുപോലെ ഇവിടെ സുപ്രീം മഹാവിഷ്ണുവാണ്. അദ്ദേഹമാണ് ഇവർക്കെല്ലാം ഓരോ കർമ്മങ്ങൾ ചെയ്യാനുള്ള പദ്ധതികൾ കൊടുക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള അനന്തം, അപ്പം ദേശം കൊണ്ടും കാലം കൊണ്ടും രൂപനാമങ്ങൾ കൊണ്ടും മുറിച്ചു മാറ്റാൻ പറ്റാത്തത്, അപ്പൊ അനന്തമായിട്ടിരിക്കുന്നത് എന്ന് അർത്ഥം. അങ്ങനെ അനന്തമായിട്ടിരിക്കുന്ന ദേവം അനന്തം പുരുഷോത്തമം, ആ പുരുഷോത്തമനായിരിക്കുന്ന ആ ഭഗവാൻ, ഇവിടെ പുരുഷോത്തമനായിട്ടിരിക്കുന്ന ഭഗവാൻ ആരാണ്? മഹാവിഷ്ണു. ആ ഭഗവാന്റെ നാമസഹസ്രേണ, സ്തുവൻ നാമസഹസ്രേണ പുരുഷഃ സതതോദിത എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാന്റെ നാമസഹസ്രങ്ങൾ, 1000 നാമങ്ങളെ കൊണ്ട് ആരാണോ സ്തുവൻ, ആരാണോ സ്തുതിക്കുന്നത്, സതതോദിത, സതതമെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. ഇവിടെ ആ സതതോദിതയെ പിരിക്കുമ്പം സതതം പ്ലസ് ഉദ്ദിത എന്നാണ് വാക്ക്. അത് ചേർത്ത് വായിക്കുമ്പം സതതോദിത എന്ന് വരും. അവിടെ വിസർഗമുള്ളത് കൊണ്ടാണ് ഹായ ഉപയോഗിക്കുന്നത്. അപ്പം സതതം പ്ലസ് ഉദ്ദിത, ഉദ്ദിത എന്ന് വെച്ചാൽ പ്രയത്നമെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ പ്രയത്നം ചെയ്യുന്ന പുരുഷക, ഏതൊരു സാധകനുണ്ടോ ആ സഹസ്രനാമങ്ങളെ കൊണ്ട് ജഗൽപ്രഭുവിനെ സ്തുതിക്കുമ്പോൾ, അതുപോലെ അടുത്ത വരിയിൽ പറയുന്നത് അർച്ചിക്കുമ്പോൾ, തമേവ ചാർച്ചനൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം, ആ
അങ്ങനെ അർച്ചിക്കുമ്പോൾ എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ആസ്പദമാക്കി പറയുവാണ്. ജന്മസംസാര ബന്ധനാത് എന്ന് പറയുന്നുണ്ട്. ആ ജന്മസംസാരത്തിൽ നിന്നും നമുക്ക് മോചിതരാകാൻ സാധിക്കും എന്ന് പറഞ്ഞു തരികയാണ് 11ാമത്തെ ശ്ലോകത്തിൽ കൂടി. 12ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായേൻ സുവർണ്ണമസ്ചിന്ത്യ യജമാനസ്തമേവച ധ്യായേൻ സുവർണ്ണമസ്ചിത്യ യജമാനസ്തമേവച. അപ്പൊ ഇനി പറയുന്നത് ആരെ സ്തുതിക്കണം, ആരെ അർച്ചിക്കണം എന്നുള്ളതിൻ്റെ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു ആരെ സ്തുതിക്കണം, ആരെ അർച്ചിക്കണം. അതിൻ്റെ മറുപടിയാണ് ഈ 12ാമത്തെ ശ്ലോകം. തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായേൻ സുവർണ്ണമസ്തിഥ്യ യജമാനസ്തമേവച. തമേവ അതിനെ പിരിക്കുമ്പം തം പ്ലസ് ഏവ, ചേർത്ത് വായിക്കുമ്പം തമേവ. ഇനി തമേവ ച അർച്ചയൻ നിത്യം എന്നാണ്. അത് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം. അപ്പൊ തമേവ അർച്ചയൻ, ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ തന്നെ അർച്ചിച്ചുകൊണ്ട് ഭക്ത്യാ പുരുഷമവ്യയം, ആ ഭക്തിയോടുകൂടെ, ഇവിടെ അവ്യയം എന്ന് വെച്ചാല് വ്യയം സംഭവിക്കാത്തത്, നാശം സംഭവിക്കാത്തത്, ഒരു കുറവും സംഭവിക്കാത്തത്, അങ്ങനെയുള്ള പരമപുരുഷനെ അർച്ചിക്കുക. ഒപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വരിയില്? ധ്യായൻ സുവർണ്ണമസ്തമേവജ. അങ്ങനെ ഭഗവാനെ അർച്ചിക്കുക, ഒപ്പം ധ്യാനിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഭഗവാനെ നമ്മൾ എന്തെങ്കിലും മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തിട്ട് പിന്നീട് നമ്മൾ 5 മിനിറ്റ് ധ്യാനിച്ചു നോക്കണം. ഭഗവാന്റെ ആ സ്വരൂപം, കേശാദിപാദം ഒന്ന് നമ്മുടെ മനസ്സിലെ ഒന്ന് രൂപം നമ്മൾ കാണണം. ഭഗവാന്റെ കേശാദിപാദം ഒന്ന് കണ്ട് നോക്കണം. കുറേ സമയം നമ്മൾ ഇരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇരുട്ടൊക്കെ തോന്നും. പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു ചെറിയ ഒരു വെളിച്ചം, ഒരു ചെറിയ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ട് തോന്നും. അപ്പം നമുക്ക് ആ വെളിച്ചത്തെ കൂടുതൽ പ്രകാശമാനമാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ധ്യാനിച്ച് ഭഗവാന്റെ ഓരോ മാനസപൂജ മനസ്സിൽ കൂടി ചെയ്യും. അപ്പം നമുക്ക് ഭഗവാനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴെന്താണ്? നമുക്ക് മനസ്സിലാകും പുറത്തല്ല ഭഗവാൻ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ അമ്പലത്തിലേക്കുള്ള യാത്രയൊക്കെ കുറേശ്ശെ കുറച്ചിട്ട് നമ്മളിലേക്ക് തിരിയുകയാണ്. അപ്പം നമുക്ക് ആ ആനന്ദാനുഭൂതി ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കൃത്യനിഷ്ഠയായിട്ട് ആചരിക്കാൻ തുടങ്ങും. അതാണ് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോക്ക് കുറച്ചിട്ട് നമ്മളിലേക്ക് തിരിയുന്നത്. ആദ്യത്തെ പടിയാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. ആ അമ്പലത്തിൽ കൂടി പോസിറ്റീവ് എനർജിയും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ പഠിച്ചത് നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാൻ പുറത്തല്ല, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ശരിക്കും ബോധ്യപ്പെടും. അങ്ങനെ നമ്മൾ ദിവസവും കുറേശ്ശെ ധ്യാനത്തിൻ്റെ സമയം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ പ്രകാശം കൂടുതൽ കാണുവാൻ സാധിക്കും. അത് തീർച്ചയാണ്, എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് മാധുര്യം നുകർന്ന് ഭക്ഷിക്കാൻ സാധിക്കും. അത് വേറൊരാൾ പറഞ്ഞാൽ സാധിക്കത്തില്ല. സ്വയം നമ്മൾ അനുഭവിക്കുമ്പോൾ ആണ് അതിൻ്റെ മാധുര്യത്തിന് ഗുണം കൂടുന്നത്, മേന്മ കൂടുന്നത്.
അപ്പം അതെല്ലാം നമ്മൾ ഇത് ചുമ്മാതെ ജപിച്ചു പോകുകയല്ല, അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതചര്യയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത് അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് ഇത് ജപിക്കണം. ഒരു ദിവസം പോലും വീട്ടിൽ ജപിക്കാതിരിക്കരുത്. അതിനുവേണ്ടി നമ്മളൊരു 40 മിനിറ്റ് മാറ്റി വെക്കുക. ഈ നാമം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചൊല്ലുന്നതിന് 40 മിനിറ്റ് വേണം, ശരിയായിട്ട് ചൊല്ലിയെടുക്കുന്നതിന്. അതിനുവേണ്ടി ഒരു യജ്ഞം പോലെ, ഒരു തപസ് പോലെ നാം അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ച് ഈ പറഞ്ഞതുപോലൊക്കെ ഭീഷ്മാചാര്യര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മക്കൂടെ അനുവർത്തനീയമാണ്. നമ്മളും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അപ്പൊ ഈശ്വരനെ കാണാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത് യുധിഷ്ഠിരന്. അപ്പൊ അങ്ങനെ ചെയ്യുക, അങ്ങനെ ധ്യാനിക്കുക, അങ്ങനെ സഹസ്രനാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. പിന്നെന്താണ്? ഭഗവാനെ നമസ്കരിക്കുക. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിച്ചു, ഭഗവാനെ അർച്ചിച്ചു, ഭഗവാനെ പൊട്ടുതൊട്ടു, ഭഗവാനെ കുളിപ്പിച്ചു. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയേ, എന്തൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നെന്ന്. അതിൽ നിന്നും നമ്മൾ പിന്നെ വ്യതിചലിക്കുകയില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വ്യതിചലിക്കുകയില്ല. ഏതിനേക്കാട്ടിലും പ്രാധാന്യം അവിടേക്ക് കൊടുക്കും. അതെന്തിനാണ്? നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ്. അപ്പോഴുണ്ടാകുന്ന കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, അത് നമുക്ക് അമ്പലത്തിൽ പോയി ആ നടയിൽ നിൽക്കുമ്പോൾ ലഭിക്കുകയില്ല എന്നുള്ളത് 100% സത്യമാണ്. നമുക്ക് കിട്ടും ഒരു മിനിറ്റത്തെ ആ ദീപാരാധന സമയത്ത് കിട്ടുന്ന ഒരു ഏകാഗ്രത മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ആനന്ദം അനുഭവിക്കാൻ, എപ്പോഴും നമുക്ക് ആനന്ദം അനുഭവിക്കുവാനുള്ള വഴിയാണ് ഭീഷ്മാചാര്യര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതചര്യയിലേക്ക് ഇത് പ്രവർത്തിച്ചു കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് അതിന് ഫലം ലഭിക്കുന്നത്. അപ്പം അങ്ങനെ എന്താണ് പറഞ്ഞത്? ധ്യായേൻ സുവൻ നമസ്തുത്യ യജമാനസ്തമേവജ. അപ്പം അങ്ങനെ ധ്യാനിച്ചും സ്തുതിച്ചും നമസ്കരിച്ചും യജമാനസ്തമേവജ. ആരെയാണ് യജമാനൻ എന്ന് പറയുന്നത്? ആരാണോ ഈ പൂജാദികൾ ചെയ്യുന്നത്, ആരാണോ ഈ ഹോമമന്ത്രം ചെയ്യുന്നത്, ആരാണോ അർച്ചിക്കുന്നത്, ആരാണോ മന്ത്രങ്ങൾ ഉരുവിടുന്നത്, അവരെയൊക്കെ ആണ് യജമാനസ്ഥൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി ശ്ലോകം 13 കടക്കാം. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സുവന്നിത്യം സർവദുഃഖാദിയോ ഭവേത്. അനാദിനിധനം, അനാദി, ആദി എന്ന് വെച്ചാൽ ഉൽപ്പത്തി എന്നാണ് അർത്ഥം. നിധനം എന്ന് വെച്ചാൽ നാശം. അപ്പൊ അനാദിനിധനം, ഇത് രണ്ടും, ഈ ഉൽപ്പത്തിയും നാശവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാല് നിത്യനാണ് ഭഗവാൻ എന്നർത്ഥം. ഇവിടെ അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരൻ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, സർവലോകമഹേശ്വരം, ഈ സർവലോകത്തിനും മഹേശ്വരനായിട്ടുള്ള, ഈ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ ലോകാധ്യക്ഷം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പൊതുയോഗത്തിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നവർക്ക് അറിയാം ആ യോഗത്തിലെ കാര്യപരിപാടികൾ, അവരെ എന്തൊക്കെയാണ് വഹിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതും അർത്ഥമെടുക്കേണ്ടത്. ലോകാധ്യക്ഷം സുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. അപ്പൊ ഈ ലോകത്തിന്റെ അധ്യക്ഷനാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ നിത്യം സ്തുവൻ, എല്ലാ ദിവസവും സ്തുതിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? സർവദുഃഖാദികോ ഭവേത്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. അതിനെ, ആ ദുഃഖത്തിൽ നിന്നും മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് നമുക്ക് 13ാമത്തെ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.
വിഷ്ണു സഹസ്രനാമം ശ്ലോകം 14-15. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം യേശമേ സർവധർമാണാം ധർമ്മോധിഗതമോ മതഃ യത്ഭക്ത്യാ പുണ്ഡരീകാക്ഷം തപേരറ്റിന്നരസഥാ. ഈ 14-ാമത്തെ ശ്ലോകം ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഭഗവാൻ ബ്രഹ്മണ്യനാണ്. അപ്പൊ വിഷ്ണുവിനെ ബ്രഹ്മണഹിതം ചെയ്യുന്നവൻ ബ്രാഹ്മണർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബ്രാഹ്മണന്മാർക്ക് ഹിതത്തെ കൊടുക്കുന്നത്, അതാണ് നമ്മൾ ബ്രാഹ്മണരായ ആളുകളെ അവരോട് നമ്മൾ മറുത്തൊരക്ഷരവും പറയരുതെന്ന് പറയുന്നത്. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ചെയ്തിട്ടുള്ളവരാണ് ബ്രാഹ്മണകുലത്തിൽ ചെന്ന് പിറക്കുന്നത്. ഒരു ശ്രേഷ്ഠ ജന്മമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പം ആ ബ്രഹ്മത്തെ അറിയുവാൻ എല്ലാവിധത്തിലുള്ള പൂജകളും സ്തുതികളും മന്ത്രങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് ഹിതമായിട്ടുള്ളത് നാം ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ എത്ര അറിവാണ് ഭീഷ്മ പിതാമഹൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ തിരുമേനിമാരൊക്കെ പറയുമ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളിവിടും, ഇല്ലേ? നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിനൊന്നും അറിയത്തില്ല എന്നുള്ള മട്ടിൽ. അപ്പൊ അവർക്ക് ഹിതമായിട്ടുള്ളത് ചെയ്യുന്നതും പുണ്യകരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ബ്രഹ്മണ്യം എന്ന്. പിന്നെന്താണ് പറഞ്ഞത്? സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം. സർവധർമ്മജ്ഞം, എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവൻ. ലോകാനാം കീർത്തിവർദ്ധനം, ഈ ലോകത്തിലുള്ള തൻ്റെ ഭക്തന്മാരുടെ ഉള്ളില് അവർക്ക് വേണ്ട കഴിവുകളെ നിക്ഷേപിക്കുന്നത് ഭഗവാനാണ്. അല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഓരോന്നും പഠിക്കുന്നതും നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതും എല്ലാം ആ ഭഗവാന്റെ ഒരു കഴിവ് നമ്മളിൽ നിക്ഷേപിച്ച് തന്നിട്ടുണ്ട്. ആ കഴിവ് കൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മളെ നമ്മളാക്കുന്നത്. ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ ബലം കൊണ്ടാണ് നമ്മളെ ആ പ്രവർത്തികളിലേക്കൊക്കെ നയിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ജീവനിലും അവർക്ക് വേണ്ടതായ ഗുണങ്ങളെ ഭഗവാൻ നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടത് പരിപോഷിപ്പിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരവരുടെ മുജ്ജന്മ കർമ്മദോഷമാണ്. ആ മുജ്ജന്മ കർമ്മദോഷം കിടക്കുമ്പോൾ ഭഗവാൻ തന്നിരിക്കുന്ന നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ആ ഗുണങ്ങളെല്ലാം നമ്മൾ മറന്നുകൊണ്ട്, നമ്മൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് നമ്മൾ അധർമ്മത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ധർമ്മം നമ്മളിൽ നിന്നും ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ചിലപ്പോൾ കാണില്ല, ചിലര് പെട്ടെന്ന് വലിയ ആൾക്കാരാകും, അടുത്ത നിമിഷം ഉടനെ അവർ കീഴോട്ട് പോകും. എന്താണ് അത്? അവരാ ധർമ്മത്തിലല്ല നിൽക്കുന്നത്,
അവരാ അധർമ്മപാതയിൽ കൂടി നയിക്കുന്നവർക്ക് അണയാൻ പോകുന്ന ദീപത്തിന് ശക്തി കൂടുമെന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് താത്തിടും ഭഗവാൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കീർത്തി വർദ്ധിപ്പിക്കുന്നതും, അപ്പം മനുഷ്യന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതും ആ ഭഗവാനാണ്. അപ്പം മറ്റുള്ളവർ നമ്മളെ അറിയാൻ സാധിക്കുന്നതും ഭഗവാനെ കുറിച്ച് നമ്മൾ സദാ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കീർത്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതിന് ക്ഷയമുണ്ടാകത്തില്ല എന്ന് സാരം. ലോകനാഥം മഹത്ഭൂതം സർവഭൂത ഭവോദ്ഭവം. അപ്പം എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ലോകാനാം കീർത്തിവർദ്ധന, ഈ ലോകത്തിലുള്ള തൻ്റെ ഭക്തന്മാരുടെ ഉള്ളില് വേണ്ട അറിവുകളെയൊക്കെ ഭഗവാൻ നിക്ഷേപിച്ചു തരുന്നു ഓരോ ജീവനിലും. ആ വ്യക്തിക്ക് കീർത്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഭഗവാൻ. അപ്പം നമ്മുടെ കഴിവാണോ? ഒരിക്കലും അല്ല, ഒന്നും നമ്മുടെ കഴിവല്ല. എല്ലാം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന, ദാനമായിട്ട് തന്നിരിക്കുന്ന ഓരോ കഴിവുകളാണ്. അപ്പം പൂർവജന്മ സുഹൃതം കൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മളെ കൊണ്ട് ഈ പ്രവർത്തികളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ പൂർവജന്മം നമ്മൾ സുഹൃതം ചെയ്തവരായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജന്മം കിട്ടിയത്, മനുഷ്യജന്മം കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ എന്തായിത്തീർന്നേനെ? വല്ല ജന്തുക്കളോ അട്ടയോ പുഴുവോ പാമ്പോ ഒക്കെ ആയിത്തീർന്നേനെ. അപ്പൊ കഴിഞ്ഞ ജന്മം നമ്മൾ എന്തൊക്കെയോ സുഹൃതം ചെയ്തിട്ടുണ്ട്. ആ സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവർത്തനം തപ്പിപ്പിടിക്കുന്നത്, ഇതിലേക്ക് ആരായുന്നത്, ഭഗവാന്റെ വെളിച്ചം എവിടെയാണെന്ന് നമ്മൾ തിരയുന്നത്. അപ്പൊ അതിനുള്ള ഒരു ജന്മസുഹൃതം, പൂർവജന്മ സുഹൃതം കൊണ്ടാണ് ഇത് പഠിക്കാനുള്ള ഭാഗ്യവും ഇത് കേൾക്കാനുള്ള കഴിവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അത് എല്ലാവർക്കും ഒന്നും സാധിക്കുന്നതല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ പൂർവജന്മ സുഹൃതമുള്ളവർക്ക് ഇതിനോടൊക്കെ ആസക്തി കൂടും. ചുമ്മാതെ ഒരു ആസക്തി ഒരാൾക്കും വരുന്നതല്ല. അവര് ഇപ്പം നമുക്ക് അടുത്ത ജന്മം കിട്ടുമ്പം നമ്മൾ ഇത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു ജന്മമുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ആശാപാശങ്ങളൊന്നും നമ്മുടെ തീർന്നിട്ടില്ല, ഒന്നും തീരാതെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആശാപാശങ്ങളൊക്കെ തീരണമെങ്കിൽ എന്താണ്? നമ്മൾ ഇതിൽ നിന്നെല്ലാം മറുകടക്കണം. അതിനൊന്നും നമ്മളായിട്ടില്ല. നമ്മളിപ്പോഴെന്താണ്? വെറുമൊരു LKG സ്റ്റുഡൻ്റാണ് ആത്മീയതയിൽ, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് അറിവുകൾ ഇനിയും ശേഖരിക്കാൻ കിടക്കുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അതിനു വേണ്ടിയായിരിക്കും ഇനി അടുത്ത ഒരു ജന്മം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം അനുസരിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനൊക്കെയുള്ള തെളിവുകളാണ് ഓരോ ജന്മം തോറും ഓരോ അവരെ മാറി മാറി ജന്മമെടുക്കുന്നത്. ഇപ്പം കൃഷ്ണൻ തന്നെ എത്ര അവതാരങ്ങൾ എടുത്തു. അപ്പം ഓരോ ജന്മം കഴിയുമ്പോഴും അവർക്ക് മനുഷ്യാവതാരം എടുത്ത് മനുഷ്യ കുലത്തിൽ വന്ന് ജനിച്ച് മനുഷ്യാവതാരം എടുത്ത് ആ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നത് പൂർവജന്മ സുഹൃതം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. എന്താ? കൃഷ്ണസ്തു സ്വയം ഭഗവാൻ എന്നല്ലേ പറയുന്നത്. ഭഗവാൻ സ്വയം ഉണ്ടായതാണ്. ബാക്കിയെല്ലാം നശിക്കും, പ്രളയത്തിൽ നശിച്ചു ഭഗവാൻ മാത്രം, താൻ മാത്രം ഏകനായി ഇരുന്നു കൊണ്ട് പിന്നെയും വീണ്ടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ സൃഷ്ടി ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ലോകനാഥം മഹത്ഭൂതം സർവഭൂത ഭവോദ്ഭവം. ലോകനാഥം മഹത്ഭൂതം. ഇവിടെ മഹത്ഭൂതം എന്നാൽ ഉണ്മ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോകത്തിന് കീർത്തിയെ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? ലോകനാഥനായിരിക്കുന്ന
ആ ഉണ്മയാണ് ഇവിടെ ഉള്ളത്. ഭഗവാൻ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഭഗവാന്റെ ഓരോരോ രൂപങ്ങളാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അനേക രൂപരൂപായ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ എന്ന്. അനേക രൂപത്തിലാണ് ഭഗവാൻ പലതായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളത് ഒരേ ഒരു ചൈതന്യം മാത്രമാണ്. പിന്നെയോ അങ്ങനെയുള്ള മഹത്ഭൂതം സർവഭൂത ഭവോത്ഭവം, ആ മഹത്തായ ഉണ്മയിൽ നിന്നാണ് ഇവിടെ സർവഭൂതങ്ങളുടെയും ഉത്ഭവം. ഇനി നേരത്തെ പറഞ്ഞ രീതിയിലാണ് അർത്ഥം ചേർത്ത് വെക്കേണ്ടത്. അതായത് 12ാം ശ്ലോകത്തിൽ പറഞ്ഞ അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ജായേൻ സുവൻ നമസ്യൻ ജാജമാനസ്തമേവജാ സുവൻ ലോകാധ്യക്ഷം സുവൻ നിത്യം സർവദുഃഖാദികോ ഭവ. അപ്പം ഇങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ചാല് എല്ലാ ദുഃഖത്തിനെയും മറികടക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ 14ാം ശ്ലോകത്തിൽ കൂടി പറയുന്നു. 15ാം ശ്ലോകത്തിൽ പറയുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്, മറുപടിയായിട്ട് പറയുന്നത്. ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മപിതാമഹനോട് ചോദിച്ചല്ലോ, കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ എന്ന്. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ് എന്ന്. അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഈ 15ാം ശ്ലോകം. യേശമേ സർവധർമാണാം ധർമ്മോദിഗതമോ മതഃ യത്ഭക്ത്യാ പുണ്ഡരീകക്ഷം ചവൈരച്ചിന്നരസതഃ. അപ്പം ഭക്ത്യാ പുണ്ഡരീകാക്ഷം, ആ താമരക്കണ്ണനായുള്ള, അതായത് അവനവന്റെ ഹൃദയപത്മത്തിൽ സദാ പ്രകാശിക്കുന്ന രീതിയിലെന്ന് ഇവിടെ അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള ആ ഭഗവാനെ ഭക്തിയോടുകൂടി എന്താണ് സ്തവൈഹി എന്ന് പറഞ്ഞു ഇവിടെ. യേശമേ സർവധർമാണാം ധർമ്മോദിഗതമോ മതഃ യത്ഭക്ത്യാ പുണ്ഡരീകക്ഷം സ്തവൈരച്ഛന്നരസത. സ്തവഹൈ എന്ന് പറഞ്ഞാല് സ്തുതികളെ കൊണ്ട്. സ്തവം സ്തുതിയാണ്. അങ്ങനെ സ്തുതിയും പിന്നെന്താ പറഞ്ഞ സ്തവൈരച്ഛന്നരസത, അർച്ചിക്കുക, സദാ അർച്ചയത്, എല്ലായ്പ്പോഴും സ്തുതിക്കുകയും ഭഗവാനെ അർച്ചിക്കുകയും. യത് ഭക്ത്യ, യതെന്ന് വെച്ചാല് ഇത്, ഈ പറഞ്ഞതല്ല. അതായത് യാതെന്നാണോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, അതെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഏഷക, ആദ്യത്തെ വരിയിൽ പറഞ്ഞത് ഏഷമേ സർവധർമാണാം എന്ന് പറഞ്ഞത്. ഏഷക, ഏഷക എന്ന് പറഞ്ഞാൽ ആരാണോ അങ്ങനെ ചെയ്യുന്നത്. സർവധർമാണാം അധികതമോ ധർമ്മ. അപ്പം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പം അവിടെ ഒരു ട്രാൻസ്ലേഷൻ ചിഹ്നം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഉച്ചരിക്കാത്തത്. ധർമ്മോദിഗതമോ മത. ആ ധർമ്മോ എന്നുള്ള ആ നീട്ടത്തിൽ ആ സ്വരം വന്നു. പിന്നെ നമ്മൾ അവിടെ ആ ഉച്ചരിക്കുകയില്ല. അതാണ്. എന്നാൽ ആയുടെ സ്വരം അവിടെ വേണം, ആ ശബ്ദം ഉപയോഗിക്കല്ലേ. യേശമേ സർവധർമാണാം ധർമ്മോദിഗതമോ മതഃ യത്ഭക്ത്യാ പുണ്ഡരീകാക്ഷം ചവൈരച്ഛന്നരസത. മേ മതഃ, മേ മതഃ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം. ആരാണ് പറയുന്നത്?
ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, നേരത്തെ ചോദിച്ചില്ലേ അങ്ങയുടെ അഭിപ്രായം പറയണമെന്ന്, അതിന് പറയുകയാണ് മേ മതഃ, എൻ്റെ അഭിപ്രായം. അപ്പം യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചത് എന്തായിരുന്നു? എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏതാണ് ശ്രേഷ്ഠം? പിതാമഹന്റെ അഭിപ്രായം എന്താണ് എന്ന് യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായം, മേ മതഃ, എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ഭക്ത്യാ പുണ്ടരീകാക്ഷം. എന്താണ് അതിന് ഉത്തരം പറഞ്ഞ്? ഭക്ത്യാ പുണ്ടരീകാക്ഷം, ഭക്തിയോടുകൂടി ആ പുണ്ടരീകാക്ഷനെ സദാ എപ്പോഴും ഏതൊരു നരനാണോ അർച്ചിക്കുന്നത് അതാണ് ധാർമ്മികമായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന അഭിപ്രായം. അപ്പം നമ്മൾ ദിനം തോറും ഭഗവാനെ കുറച്ച് പുഷ്പമെടുത്ത് അർച്ചിക്കുക നമ്മുടെ കൈകൾ കൊണ്ട്. നമുക്ക് ഈ തന്നിരിക്കുന്ന കൈകൾ കർമ്മം ചെയ്യാനാണ്. നമ്മൾ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അതൊന്നും അറിയത്തില്ല അല്ലേ? ദോഷം വന്നു പോകും, പിന്നീടുള്ള ആളുകൾ ചെയ്തില്ലെങ്കിൽ ദോഷം വന്നു പോകും എന്നൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പൊ പറയുന്നത് എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്തത് എന്താണ്? ലോകത്തെ അറിയിക്കുകയാണ്. നാമും അതുപോലെ പ്രവർത്തിക്കണം, അപ്പോഴാണ് ശ്രേഷ്ഠമായ ധർമ്മമായി തീരുന്നത്. ദിവസവും കുറച്ച് പുഷ്പമെടുത്ത് ഭഗവാനെ അർച്ചന ചെയ്യുക. നമ്മുടെ കൈകൊണ്ട് അത് കഴുകി ശുദ്ധമാക്കി കൊണ്ടുവന്ന് അതിനകത്തെ നാമ്പുകളൊക്കെ എടുത്തു മാറ്റി വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് ഭഗവാനെ അല്പമൊന്ന് അർച്ചന ചെയ്യുക നമ്മുടെ ഈ കൈകൊണ്ട്. 10 ദിവസം നമ്മളൊന്ന് ചെയ്തു നോക്കിയേ, 11ാം ദിവസം നമ്മൾക്ക് താനേ ചെയ്തേ മതിയാകത്തുള്ളൂ. അത് കഴിഞ്ഞേ നമ്മൾ വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആവശ്യം എന്താണ്? നമുക്കകത്തേക്കുള്ള ഭക്ഷണം വേണം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം വേണം. ഇതിലൊക്കെയാണ് നമുക്ക് ശ്രദ്ധയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. ഭഗവാൻ പറയുന്നത് എന്താണ്? നമ്മൾ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ശ്രേഷ്ഠമായ ധർമ്മം. അതൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ വന്ന് അടുക്കളയിൽ വന്നിച്ചിരി വെള്ളം ഇട്ട് കുടിച്ച് എത്ര ശുദ്ധമാണ്. അത്രയും നേരം നാമം ജപിച്ച ആ ജപം കൊണ്ട് ചെയ്യുന്ന പാചകങ്ങൾക്ക് രുചികരമായ ഭക്ഷണമായിരിക്കും. ആ നല്ല മനസ്സോടുകൂടി എടുക്കുന്ന ആ ഭക്ഷണത്തിലും ഭഗവാന്റെ നിവേദ്യമായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. അതാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ അർത്ഥം കാണുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ പൂർവപീഠികയിൽ യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഭീഷ്മാചാര്യർ മറുപടി പറയുന്ന ശ്ലോകമാണ്. ശ്ലോകം 11, 12, 13, 14, 15. ശ്രീ ഭീഷ്മോവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷഗഃ സതതോത്ഥിത തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായേൻ സുവർണ്ണമസ്യഞ്ച യജമാനസ്തമേവ ജ അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സുവം നിത്യം സർവദുഃഖാദിഗോ ഭവത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം യേശ മേ സർവധർമാണാം ധർമ്മോധിഗതമോ മദഃ യത്ഭക്ത്യാ പുണ്ഡരീകാക്ഷം സവൈരച്ചിന്നരഃ സദാ.